Hi, hello. Welcome to Tech PSC. So we'll be discussing with another portion of research officer. പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അതിൽ പ്രകാരമുള്ള മോഡ്യൂൾ 3 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആയിരിക്കും ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഐ തിങ്ക് വിത്തൗട്ട് എ ഡിലേ ഓഫ് ടൈം വി ക്യാൻ സ്റ്റാർട്ട് അവർ പ്രസന്റേഷൻ ഓഫ് ക്ലാസ്. സോ ദിസ് ഇസ് ദ സിലബസ്. പുതിയ സിലബസിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ മോഡ്യൂൾ ആണ് കൊമേഴ്സ് സബ്ജക്റ്റില്. സോ അതിന്റെ ഉള്ളില് ഡീൽ ചെയ്യുന്ന ഏരിയാസ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വിൽ ബി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഇഷ്യൂ ഓഫ് ഷെയർസ്, forfeiture of shares, reissue of shares, and coming to issue and redemption of debentures, final accounts as per the schedule 3 നെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. And a very small topic such as managerial remuneration and profit prior to incorporation വെച്ച് സിലബസ് തീരുകയാണ് അവിടെ. സോ ഇപ്പൊ ബേസിക്കലി പറഞ്ഞാൽ കമ്പനിയെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ, അത് കമ്പനീസ് ആക്ട് 1956 കുറിച്ച് വല്ലതൊക്കെ ചോദിക്കാം. PSC ആണ്, പറയാൻ പറ്റില്ല അല്ലെ. ആൻഡ് കൂടുതലും ചോദ്യങ്ങൾ എവിടെ നിന്നായിരിക്കാം? കമ്പനീസ് ആക്ട് 2013 പെർവ്യൂവിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. സോ അതിനെ ബേസ് ചെയ്ത ഹൗ എ joint stock company will issue shares, how it is being issued, അല്ലെങ്കിൽ in what way, and ഏതെങ്കിലും തരത്തിൽ അവര് forfeit ചെയ്യുന്നുണ്ടോ, ഷെയർ ക്യാൻസൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ക്യാൻസൽ ചെയ്ത ഷെയറുകൾ പിന്നീട് അവർ റീഇഷ്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ തുടക്ക ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബബിലി ദിസ് പെർട്ടിക്കുലർ സെഷൻ വിൽ ഡീൽ വിത്ത് ദ ഫസ്റ്റ് 4 ടോപ്പിക്സ്. ഓക്കെ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. The continuation part will go for it. And പിന്നീട് ഒരിക്കൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഒരു കമ്പനി എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് റീപേ ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് ആസ് പെർ ദ ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആൻഡ് ദ മാനേജറിയൽ റെമ്യൂണറേഷൻ റിഗാർഡിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ ആൻഡ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഇത്രയായിരിക്കും നമ്മൾ സെഷൻസ് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ അഗൈൻ without any kind of delay, any doubts can be discussed with in the എന്തെങ്കിലും സംശയങ്ങളുണ്ട് can be asked through comment section or through your coordinators. Okay, so any doubts you can ask. So moving on to shares, first we have to understand what is a share. The share has been defined by Indian Companies Act 2 subsection 46. It is a share in the capital of a company. It is a unit of capital എന്ന് പറയാറുണ്ട്. മൂലധനത്തിന്റെ ഒരു ഭാഗം ആണ് ഷെയർ എന്ന് പറയുന്നത്. ഈ സാധനം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല, ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലെ. ഡെലൂലു ആണ്, ഡെല്യൂഷൻ ആണ്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മള് 5 രൂപ തൊട്ട് അല്ലെങ്കിൽ 10 രൂപ തൊട്ട് കാണുന്നത് പോലെ ഷെയർ ഇതാണ് എന്ന് എടുത്ത് കാണിക്കാനായിട്ട് ഇല്ല. പക്ഷെ അത് അവിടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് capital of a particular company. So capital means it's a particular amount of money which is used in our business for the purpose of earning revenue. Capital എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Capital എന്താണ്? It is the basic amount of money which is being invested in a business. ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു നിശ്ചിത തുക ഉണ്ടാവും അല്ലെ. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? 99% അവന്റെ ആ ബിസിനസിന് ഓണർ തന്നെയായിരിക്കും അല്ലെ. അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇനിഷ്യൽ എമൗണ്ട് ഓഫ് മണിയെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് പറയാം, മൂലധനം. അത് എന്തിനാന്ന് വെച്ചാൽ മെയിൻ പർപ്പസ് ഫർദർ അയാൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ ബിസിനസ്സിൽ നിന്നും അയാൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പോവാണ്. അത് ലാഭമാവാം, നഷ്ടമാവാം, അത് ഓൺ ദി അതർ പാർട്ട്. പക്ഷെ ബേസിക്കലി ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഞാനൊരു ബിസിനസ് തുടങ്ങിയാൽ റവന്യൂ ജനറേറ്റ് ചെയ്യണേ മുത്തപ്പ എന്നാണ് ആലോചിക്കുന്നത്. ലോസ് കിട്ടണേന്ന് ആരും ആലോചിക്കാറില്ല, ചിന്തിക്ക പോലും ഇല്ല അല്ലെ. അതെല്ലാം നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. വെദർ യു ആർ ഏർണിംഗ് എ പ്രോഫിറ്റ് ഓർ ഇൻകറിംഗ് എ ലോസ്. അത് ക്യാപിറ്റൽ വെച്ചാണ് വി ആർ സ്റ്റാർട്ടിംഗ്. സോ വോട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഷെയർ ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി which is represented by the total nominal value of shares which it has issued. ഒരു കമ്പനി എത്ര നമ്പർ ഓഫ് ഷെയറുകളാണോ ഇഷ്യൂ ചെയ്യുന്നത് അതിന് ആനുപാതികമായി കിട്ടുന്ന തുകയെ വിളിക്കുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ.
അല്ല, എത്ര ഷെയർ ആണോ ഞാൻ ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യാൻ മീൻസ് ഞാൻ ഒരാൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞാല് 5 രൂപ തൊട്ട് 10 രൂപ തൊട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഷെയർ കൊടുക്കുമ്പോൾ കാണാൻ പറ്റുമോ? ഇല്ല. ഒരു ടാഞ്ചിബിൾ ആയിട്ടോ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സാധനം അല്ല. ഉണ്ട്, അതിന് അനുബന്ധമായിട്ട് സാധനം ഉണ്ട്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുക. അത് കൊടുത്തു. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പെർട്ടിക്കുലർ പേഴ്സൺ ഇസ് ഹോൾഡിംഗ് എ സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് എന്ന് മനസ്സിലാക്കുന്നത് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് കൈമാറുമ്പോഴാണ്. അല്ലാതെ 5 രൂപ തൊട്ട് കൈമാറുന്നത് പോലെ ഒരു ഷെയർ കൈമാറാൻ പറ്റുമോ? ഇല്ല. ഇതൊരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള സാധനമാണ്. ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, അത്രേ ഉള്ളൂ. So the total capital of a company is divided into number of small units. പല എമൗണ്ട് ഓഫ് ഷെയറുകളായിട്ട് മാറും. 5 രൂപയുടെ ഷെയർ കാണും, 10 രൂപയുടെ ഷെയർ കാണും, 20,000 രൂപയുടെ ഷെയർ കാണും, 2,000 ഷെയർ കാണും. ചിലപ്പോ ആ 2,000 രൂപയുടെ ഷെയർ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യും. 20 ഷെയർ ഇൻറ്റു 100 രൂപ വെച്ച് 2,000 ആയി. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. സോ എപ്പോഴും ഡിവൈഡ് ചെയ്യുക number of very small units of a particular fixed amount and each such unit will be called as share. അങ്ങനെ ഓരോ സാധനത്തിന് എന്തെന്ന് വിളിക്കുന്നു? ഷെയർ എന്ന് വിളിക്കുന്നു. അത് ഞാൻ പറഞ്ഞ 2,000 ഷെയർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു പെർട്ടിക്കുലർ ഷെയർ 2,000 രൂപയുടെ ഷെയർ എന്ന് വിചാരിച്ചാൽ മതി. 2,000 റുപ്പീസിന്റെ ഷെയർ. അത് ചിലപ്പോൾ ഒറ്റ ഷെയർ 2,000 റുപ്പീസിന് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ 20 ഷെയർ, ഒരു ഷെയർ 100 രൂപ വെച്ച് അങ്ങനെയും ചെയ്യാം. അപ്പൊ 20 × 100 2,000 രൂപയായി. ഇങ്ങനെ സബ് ഡിവിഷനും നടക്കാം. അല്ലെങ്കിൽ ഒറ്റ ഷെയർ 2,000, അല്ലെങ്കിൽ ആ 20 ഷെയർസ് എന്ന് പറയുന്നത് പോലും ഒരു ഫിക്സഡ് എമൗണ്ട്. അത് 2,000 എമൗണ്ട് ആണ്. 20 ഷെയർ 2,000 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം, അല്ലെ? ഒരു ഷെയർ 100 രൂപ വെച്ച്. അങ്ങനെ 20 ഷെയർ ആകുമ്പോൾ 20 × 100 2,000. This happens in share capital. So the total amount fixed for a share is called nominal or par or face value എന്ന് പറയും. ഒരു പെർട്ടിക്കുലർ ഷെയറിന് ഞാനെന്ന് പറയുന്ന ഓണർ, ഞാനെന്ന് പറയുന്ന ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു? ഒരു ഓണർ, ഉടമസ്ഥൻ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത തുക ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ്. ആ ഫിക്സ് ചെയ്യുന്ന വാല്യൂവിനെയാണ് പാർ വാല്യൂ എന്നോ ഫേസ് വാല്യൂ എന്നോ നോമിനൽ വാല്യൂ എന്നോ കൊമേഴ്സിന്റെ ലാംഗ്വേജിൽ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ലാംഗ്വേജിൽ പറയുന്നത് ഈ വാക്കുകളാണ്: പാർ വാല്യൂ, ഒറിജിനൽ വാല്യൂ, ഫേസ് വാല്യൂ, നോമിനൽ വാല്യൂ. ഓക്കെ, ഇതാണ് ആ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഷെയറിനെ വിളിക്കുന്നത്. ഷെയർ എന്താണ്? ഷെയർ ക്യാപിറ്റൽ എന്താണ്? നോർമൽ ക്യാപിറ്റൽ എന്താണ്? മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ഇതിലേക്ക് പോവാണ്. കോമൺലി വി ഹാവ് സീൻ, ഇതുവരെ പഠിച്ച വ്യക്തികൾക്ക് അറിയാമായിരിക്കും, ടൈപ്പ് ഓഫ് ഷെയർസ്, അല്ലെ? നമ്മൾ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ എടുക്കുമ്പോൾ നമ്മുടെ കൊമേഴ്സിലെ പല ഡിസിപ്ലിൻസിലും സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്. പ്രൈമറിലി ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെ? അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ സോഴ്സസ് ഓഫ് ഫിനാൻസിൽ 2 ഓഫ് ദ പ്രോമിനന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്, അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക, പ്രോമിനന്റ് ആയിട്ട് 4 സോഴ്സസ് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഏതൊക്കെയാണ് 4 സോഴ്സസ്? ഒന്ന് ഇക്വിറ്റി ഷെയർസ്, 2 പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, പിന്നെ ഒരാളും കൂടിയുണ്ട്. എന്തായിരിക്കും അത്? അതെ, നമ്മുടെ സ്വന്തം ഫണ്ട് തന്നെയാണ്. ഫ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് വിളിക്കും, അല്ലെ? അപ്പൊ പ്രോമിനന്റ്ലി 4 സോഴ്സ്, ബാക്കിയുള്ള എല്ലാവരും പുറകെ വരുന്നുണ്ട്. പബ്ലിക് ഡെപ്പോസിറ്റ്സ് ആയിക്കോട്ടെ, ട്രേഡ് ക്രെഡിറ്റ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം പുറകെ വരുന്നേ ഉള്ളൂ, ക്യൂല. പക്ഷെ ബേസിക്കലി നമ്മൾ സോഴ്സസ് ഓഫ് ഫിനാൻസ് പറയുമ്പോൾ 4 എണ്ണം പറയും. ആ 4 എണ്ണത്തിൽ 2 പേര് ഷെയറുകളാണ്. ഒന്ന് ഇക്വിറ്റി ഷെയർസും പിന്നെയുള്ളത് പ്രിഫറൻസ് ഷെയർസ്, അല്ലെ? മൂന്നാമത്തെ ആള് കടമാണ്, ഡിബെഞ്ചർ ആണ്, അല്ലെ? അതിൽ ഇക്വിറ്റി ഷെയർസ് ഈ +1 എപ്പോഴും പറയാറുള്ള കാര്യമാണ്. കൊമേഴ്സിന്റെ LKG ക്ലാസ്സസ് എന്ന് പറഞ്ഞ +1 ആണ്. അപ്പൊ തൊട്ടേ പറഞ്ഞു കേൾക്കുന്ന പേരുകളാണ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, അല്ലെ? അത് ഒരു ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കും എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവരോട് ഇക്വിറ്റി ഷെയർസ് എന്താണ് ഇനിയും കുത്തിക്കേറി പറയേണ്ട ആവശ്യമില്ല. But as a mentor, I have to mention it. Equity shares എന്ന് പറയുന്നത് എന്താണ്? ഓർഡിനറി ഷെയർസ് അല്ലെങ്കിൽ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്, ഓണർഷിപ്പ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. നമ്മുടെ സ്വന്തം കാശാണ്, അല്ലെ? അല്ലെങ്കിൽ ജനറലി അവിടെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർസ് അല്ലാത്തത് എന്തും ഇക്വിറ്റി ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത ഏതൊരു ഷെയറിനെയും എന്തെന്ന് വിളിക്കാം?
ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കാം. ദാറ്റ്സ് എ ബേസിക് മീനിങ് ഓഫ് ഇറ്റ്. ആൻഡ് അല്ലാതെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയാൽ പറയാം, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഓർഡിനറി ഷെയർസ്. ഓണർഷിപ്പ് ക്യാപിറ്റൽ ഉണ്ട്, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, പക്ഷെ അവരാണ് കൺട്രോൾ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ king of that particular company. They will be controlling, or they'll be controlling the whole organization. കൺട്രോൾ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലാണ്, വോട്ടിംഗ് റൈറ്റും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അല്ലെ, ഇങ്ങനെ അങ്ങനെയുള്ള കുറച്ച് പ്രിവിലേജസ് ആർക്കുണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് വൈ equity shares comes into matter, and they are also called as ordinary shares, normal shares. Preference shares ആ പേരിൽ തന്നെയുണ്ട്. They carry two preferential rights. അവർക്ക് അവരുടേതായ പ്രിവിലേജ് വേറെയുണ്ട്, അത് വേറെ കാര്യം. അവരുടെ പ്രിഫറൻഷ്യൽ റൈറ്റുകൾ, അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, they carry a preferential share right in respect of dividend. അല്ലെ, കൃത്യമായിട്ടും അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിലും പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് എന്ത് കൊടുത്തേ പറ്റൂ? That is two at a fixed rate. They have to provide a particular amount of dividend. അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ഉള്ളത് പേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് കമ്പനി. കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന ഒരുപക്ഷെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വ്യക്തി ആര് തന്നെയായിരിക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് they have a preferential right in terms of repayment of capital. ക്യാപിറ്റൽ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇക്വിറ്റിയിൽ അത് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണെങ്കിൽ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതെന്തായാലും പുറത്തുനിന്നുള്ള ആളാണ്, അത് പിന്നെ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. പക്ഷെ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ഇസ് കമ്പയർഡ്. ആർക്കാണ് പ്രിഫറൻസ്? പ്രിഫറൻസ് ഷെയർസിനാണ് കൂടുതൽ. ആരാണോ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവൻ അവനായിരിക്കും പ്രിഫറൻസ് കിട്ടുന്നത്. ഇക്വിറ്റിക്ക് ബാക്കി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോണ വഴിക്ക് ഇക്വിറ്റിക്ക് കൊടുത്തേച്ചാൽ മതി, ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ അവന്റെ മുന്നിൽ കൈ മലർത്താനേ നിവർത്തിയുള്ളൂ. ദാറ്റ് ഇസ് വൺ ഓഫ് ദ പ്രിവിലേജ്, അണ്ടർ റേറ്റഡ് പ്രിവിലേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കിട്ടൂല, അല്ലെ? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം, അത് ബാക്കി എല്ലാവർക്കും കൊടുത്ത ശേഷം എന്തെങ്കിലും റെസിഡ്യൂറി ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശമുള്ളൂ, അല്ലാത്ത പക്ഷം ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള മേജർ വ്യത്യാസം എന്ന് വെച്ചാൽ, പ്രിഫറൻസ് ഷെയർസ് ആണ് they carry two preference rights. preferential റൈറ്റുകൾ, അവകാശങ്ങളുള്ള പ്രിഫറൻസ് ഷെയറിനാണ്. ആ രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. കൃത്യമായിട്ടും ഡിവിഡൻഡ് കൊടുത്തേ പറ്റുള്ളൂ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. പിന്നെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് എന്ത് ക്യാപിറ്റൽ ആണോ അവരുടെ മേടിച്ചത് അത് അതുപോലെ തിരിച്ചു കൊടുക്കണം. ഓക്കെ, സോ then മൂവിങ് ഓൺ ടു ദി കമ്പനിയുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ്. അപ്പൊ അതിൽ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താന്ന് കാണും. അവര് ഇഷ്യൂ ചെയ്യുന്ന രീതി ഷെയറുകളാണ് രണ്ടെണ്ണം പറഞ്ഞത്, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്. വാട്ട് അബൌട്ട് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? എന്താന്ന് ഇനി സംശയം തോന്നണ്ട വിചാരിച്ചിട്ട് I've just stated 7 features. It's a body corporate. A company is formed according to the provisions of law. നിയമപരമായി തന്നെ സമയത്തിന് അതീതമായിട്ട് എന്ത് ചെയ്യുന്നു? They have created a law for these joint stock companies. ആ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. പണ്ടുണ്ടായിരുന്നത് ഫോമർ ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. ഇന്ന് നിലവിൽ പ്രാവർത്തികമാവുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ആണ്. അതായത് 1956 പ്രൊവിഷൻസ് എല്ലാം തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2013 ഒരു ആക്ട് പുറത്തിറങ്ങുകയുണ്ടായി. ഇന്നും അത് തന്നെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ബട്ട് സ്റ്റിൽ കുറച്ച് ക്ലോസസ് എല്ലാം നമ്മൾ ഇപ്പോഴും 56 എടുക്കാറുണ്ട് കടം. ഓക്കെ, അപ്പൊ ജനറലി ഇൻ ഇന്ത്യ the companies are formed and registered under the Companies Act, except in the case of banking and insurance companies, where which they have a separate law. Banking companies in Banking Regulation Act 1934 ഉണ്ട്, അല്ലെങ്കിൽ RBI Act അവരുടെ ഇതിലുണ്ട്. Banking Regulation Act 1949, sorry, Banking Regulation Act 1949 കീഴിലെ ബാങ്കിങ് കമ്പനീസ് പ്രവർത്തിക്കുന്നുണ്ട്. At the same time under the purview of RBI Act, അല്ലെ? ഇൻഷുറൻസും IRDയുടെ കീഴില്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആക്ടിന്റെ കീഴിൽ, അല്ലെ IRD എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ കീഴില് അവർക്ക് അവരുടേതായ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഉണ്ട്. അപ്പൊ അതല്ലാണ്ട് ബാങ്കിങ് ഇൻഷുറൻസ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം ഒരുപക്ഷെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കീഴിൽ വരുന്നതാണ്. ആൻഡ് ദേ ഹാവ് ഗോട്ട് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നമ്മൾ എപ്പോഴും അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്ന പോലെ ബിസിനസ് മാനും അവന്റെ കമ്പനിയും രണ്ട് വ്യത്യസ്തമായ ഐഡന്റിറ്റി ഉള്ള മനുഷ്യന്മാരാണ്. അവൻ വേറെ, ഇവൻ വേറെ. ഓക്കെ, പേഴ്സണലി എനിക്കൊരു കേസ് വന്നാൽ അത് ആരെ ബാധിക്കില്ല? കമ്പനിയെ ബാധിക്കില്ല.
കമ്പനിക്കെതിരെയാണ് കേസ് വരുന്നതെങ്കിൽ അത് എന്നെ ബാധിക്കില്ല. ഞാൻ കമ്പനിക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് മാത്രം. ക്ലിയർ? സോ അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. They can enter into contracts separately in their own name. Okay, എനിക്ക് എന്റെ പേരിൽ കോൺട്രാക്ട് എഗ്രിമെന്റ് എടുത്തെടുക്കാം, കമ്പനിക്ക് കമ്പനിയുടേതായ. Then limited liability is limited to the extent of the unpaid amount of the shares held by. എത്രയാണ് ഇനി ബാക്കി കൊടുക്കാനുള്ളത് അതിനനുസരിച്ച് മാത്രമേ എന്തുള്ളൂ? യെസ്, ക്യാപിറ്റൽ ഉള്ളൂ, ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ? സോ ദാറ്റ് കംസ് അണ്ടർ ദിസ് limited liability. So in case of the company is limited by guarantee. അങ്ങനെയുണ്ടല്ലോ. The liability of the members is limited to the extent of the guarantee which is given by them in the event of the company be wound up. അത് എന്താണ്? അത് ആ സമയത്തുള്ളതാണ്. വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് ലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം ലയബിലിറ്റി അവരും ബെയർ ചെയ്താൽ മതി. ഫോർത്ത് വൺ ഇസ് യൂഷ്വലി എല്ലാ കമ്പനീസിലും പറയുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാ ഫേംസിലും പറയുന്നത് പോലെ ദേ ഓൾസോ ഹാവ് എ ലോങ്ങർ ലൈഫ്. ഞാൻ തട്ടിപ്പോയാലും കമ്പനി വിൽ ഗ്രോ ഓർ കമ്പനി വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. അത് ഞാൻ തട്ടിപ്പോയത് കൊണ്ട് കമ്പനി നിന്ന് പോകുന്നില്ല. ബിക്കോസ് ഐ ആം ദ ഓണർ. ഓണർ ഇല്ലെങ്കിൽ പോലും ആ കമ്പനി അവിടെ നിലനിന്നു പോകും. അതാണ് അതിന്റെ വൺ ഓഫ് ദ മേജർ ഫാക്ടർ. പെർപെച്വൽ സക്സഷൻ എന്ന് പറയാറുണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് എ ലോങ്ങർ ലൈഫ്. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉള്ള സാധനമാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ആൻഡ് ഇറ്റ് കനോട്ട് ബി ടെർമിനേറ്റഡ് just because of death of the owner, insanity or insolvency. എന്തെങ്കിലും മെമ്പറിനോ അല്ലെങ്കിൽ ഓണറിനോ സംഭവിച്ചാൽ ഒന്നും ആരെ എഫക്ട് ചെയ്യില്ല, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ എഫക്ട് ചെയ്യില്ല എന്നുള്ളത്. സോ ദ മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ ബട്ട് കമ്പനി കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ്. അപ്പൊ അത് വലിയൊരു ഫാക്ടറാണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. പിന്നെ കോമൺ സീലർ. യെസ്, കമ്പനി cannot sign its name by itself. കാരണം കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതായത് എൻറ്റിറ്റി ഉണ്ടെങ്കിൽ പോലും കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിൻ്റെതായ ഒരു കോമൺ സീല് വേണം. അല്ല അതിന്റെ സീൽ എടുത്തിട്ട് അടിക്കാൻ പറ്റൂല കമ്പനിയുടെ പേരില്. അതുകൊണ്ട് കമ്പനിക്ക് കമ്പനിയുടേതായ ഒരു ഒഫീഷ്യൽ സിഗ്നേച്ചർ ഉള്ള ഒരു സീല് വേണം. സോ എനി ഡോക്യുമെന്റ്, വെദർ ഇറ്റ് ഇസ് മെമ്മോറാണ്ടം ഓർ ആർട്ടിക്കിൾസ് ഓർ എനി അതർ ലീഗൽ ഡോക്യുമെന്റ് ഇൻ റിലേറ്റഡ് ടു യുവർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിന്റെ അകത്ത് ആരുടെ സീൽ വേണം? എന്റെ സീലല്ല, കമ്പനിയുടെ ഒരു കോമൺ സീൽ വേറിംഗ് ഇറ്റ്സ് ഓൺ ഒഫീഷ്യൽ സിഗ്നേച്ചർ ഹാസ് ടു ബി ദേർ. ഓക്കെ. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ ആണ് ആറാമത്തെ ഫീച്ചർ. ഷെയർ ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് അടിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക, എങ്ങനെ വേണം. പക്ഷേ ദ പെർമിഷൻ ഓഫ് ദ കമ്പനി ഓർ ദ കൺസെന്റ് ഓഫ് എനി മെമ്പർ ഇസ് നോട്ട് അറ്റ് ഓൾ നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അങ്ങനെയൊന്നും ചോദിക്കണ്ട. പക്ഷെ എവിടെ മെൻഷൻ ചെയ്തിരിക്കണം? ദ സുപ്രീം ഡോക്യുമെന്റ്. ഏതാണ് സുപ്രീം ഡോക്യുമെന്റ്? വിച്ച് കണ്ടെയ്ൻസ് ദ റൂൾസ് ആൻഡ് ദ റെഗുലേഷൻസ്. ഏതാ? യെസ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവണം ട്രാൻസ്ഫറബിലിറ്റി ഓക്കെ ആണ് എന്നുള്ളത്. ക്ലിയർ? സോ അങ്ങനെയുള്ള കേസ് എന്ത് ചെയ്യണം? യു ഹാവ് ടു മെൻഷൻ ഇറ്റ്. ഓക്കെ, അത് ആർട്ടിക്കിൾസിൽ പറയേണ്ട കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. Then seventh one, may sue or may be sued. എന്താ? may sue. നമുക്ക് അങ്ങോട്ട് കേസ് കൊടുക്കാം, അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും കേസ് സ്വീകരിക്കാനുള്ള ഇത് എന്ത് ചെയ്യാൻ പറ്റും? So you can file a case against any person if you have got any kind of legal informality. At the same time നിങ്ങൾക്കെതിരെയും കേസ് വരാം. നിങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ കമ്പനിക്കെതിരെയും കേസ് വരാം. അത് പക്ഷെ കമ്പനിയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ ചെയ്യണം. അവിടെ ഞാനെന്ന് പറയുന്ന പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. കമ്പനിയുടെ പേരിൽ ഞാൻ എന്റെ പേരില്ല. ഓക്കെ. സോ ദീസ് ആർ ദ 7 കോമൺ ഫീച്ചേഴ്സ് ഇൻ റിഗാർഡ് വിത്ത് യുവർ കമ്പനി. ജസ്റ്റ് ഓർത്തിരിക്കുന്ന സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. പെർപെച്വൽ സക്സഷൻ ഓർത്തിരിക്കുക. ലയബിലിറ്റിയെ കുറിച്ചൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ MCQ വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. Then coming to ഷെയർ ക്യാപിറ്റലിലെ ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആദ്യത്തേത് ഓർഡറിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് നത്തിങ് വിച്ച് ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. means the face value of the shares which a company is authorized to issue. ഒരു പെർട്ടിക്കുലർ കമ്പനി, ഫോർ എക്സാമ്പിൾ കമ്പനി എയ്ക്ക്
എത്ര മാത്രം ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്ന് അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ 50 ലക്ഷം എന്ന മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 50 ലക്ഷത്തിൽ 51 ലക്ഷം ആർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 50 ലക്ഷം എന്ന് പറഞ്ഞില്ലേ, ആ 50 ലക്ഷം എന്ന് പറയുന്നതാണ് ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. ദർ ഇസ് എ ലിമിറ്റ് ഓൺ ദ പാർട്ട് ഓഫ് ദി joint stock company and such limits will be stated in memorandum of association ആയിരിക്കും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. എന്ത് മാത്രം റേസ് ചെയ്യാൻ പറ്റും ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ളത്. ഓക്കെ. സെക്കൻഡ് വൺ, ഇഷ്യൂഡ് ക്യാപിറ്റൽ. 50 ലക്ഷവും നമ്മൾ ഓൺ ടൈം ആയിട്ട് ചെയ്യാറില്ല, സാധാരണഗതിയിൽ ചെയ്യാറില്ല. സോ ഇറ്റ് ഇസ് ക്യാൻ ബി കോൾഡ് ആസ് പാർട്ട് ഓഫ് ദി ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ. 50 ലക്ഷത്തിൽ 10 ലക്ഷം. 50 ലക്ഷം ഓത്തറൈസ്ഡ് ആണ്, ചെയ്യാൻ പറ്റും. അതൊരു ലിമിറ്റ് ഉണ്ട് നിങ്ങൾക്ക്. 50 ലക്ഷത്തിൽ 10 ലക്ഷം മാത്രം എടുത്ത് ഞാൻ ഫണ്ട് റേസ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഇഷ്യൂഡ് ക്യാപിറ്റൽ. 10 ലക്ഷം ഞാൻ ഇഷ്യൂ കൊടുത്തു, ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഞാൻ ബില്ലിംഗ് ആണ് എന്ന് പറയുന്നു. ഓക്കെ. പിന്നെ വരുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്താ? 10 ലക്ഷത്തിൽ എന്തെങ്കിലും തരത്തിൽ നിർബന്ധമുണ്ടോ 10 ലക്ഷവും നാട്ടുകാർ വാങ്ങിച്ചോണ്ട് പോകുന്ന? യാതൊരു നിർബന്ധമില്ല. ചില തിരിച്ചൊക്കെ സംഭവിക്കാം കേട്ടോ. ഇപ്പൊ 12 ലക്ഷത്തിനും ആള് വരും. നല്ല കിടിലൻ കമ്പനിയൊക്കെ ആണെങ്കിൽ 12 ലക്ഷമോ 15 ലക്ഷത്തിനും ആള് വരും. അത് കേസ് വേറെയാ, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. ഞാനിപ്പോ പറഞ്ഞത് 10 ലക്ഷവും കിട്ടിയാൽ പുണ്യം. 10 ലക്ഷം ഇഷ്യൂ ചെയ്തു, 10 ലക്ഷം കിട്ടിയാൽ പുണ്യം. പക്ഷെ നിർബന്ധമുണ്ടോ 10 ലക്ഷം കിട്ടണം എന്നില്ല അല്ലെ. ഒരു 8 ലക്ഷമോ 5 ലക്ഷമോ ആണെന്നുണ്ടെങ്കിൽ, ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ, സച്ച് എമൗണ്ട് ക്യാൻ ബി കോൾഡ് എ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സോ വാട്ട് സബ്സ്ക്രിപ്ഷൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ. 8 ലക്ഷവും സബ്സ്ക്രൈബ് ചെയ്തു, എനിക്ക് 6 ലക്ഷം മതി എന്ന് തോന്നുകയാണെങ്കിൽ കഴിഞ്ഞായിരിക്കും തോന്നണം, അയ്യോ വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യമില്ല, 8 വേണ്ട 6 മതി എന്ന് പറയും. സോ 6 ലക്ഷം രൂപ കോൾഡ് അപ്പ് ചെയ്യാം, വിളിക്കില്ല. 8 ലക്ഷം ആപ്ലിക്കേഷൻ കിട്ടി, സബ്സ്ക്രിപ്ഷൻ വന്നു, പക്ഷെ എനിക്കത് 6 മതി, 2 ഞാനങ്ങ് വേണ്ടാന്ന് വെക്കും. ദാറ്റ് ഇസ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അല്ലെ, 8 ലക്ഷത്തിൽ 6 ലക്ഷം. ഈ ബാക്കി 2 ലക്ഷം ഉണ്ടല്ലോ, ആ 2 ലക്ഷമാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറയാമേ എക്സാമ്പിളിലൂടെ. ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞത് എന്റെ ലിമിറ്റ് ആണ് 50 ലക്ഷം രൂപ എന്നാണ് ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞത്. ഉദാഹരണത്തിന് ആ 50-ൽ ഞാൻ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇഷ്യൂ ചെയ്തു. അതിൽ 8 ലക്ഷം മാത്രമേ നാട്ടുകാർ എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ തയ്യാറുള്ളൂ. ആ 8 കൈ വന്നപ്പോ എനിക്ക് തോന്നിയത് 6 ലക്ഷം മതി എന്ന് എനിക്ക് തോന്നുന്നു. Okay, in order to carry on the business, I need only 6 lakh. So the balance 2 lakh, 8 lakh minus 6 lakh, 2 lakh. 2 lakh is your uncalled capital. Am I clear with the topic? Directors, വിളിക്കാത്ത capital ആണ് എന്തെന്ന് വിളിക്കുന്നത് uncalled capital. Okay. Then paid up capital, which is actually received in cash. 6 ലക്ഷത്തി മൊത്തം കിട്ടണമെന്നുണ്ടോ? അതും ഇല്ല, അതിലും ആൾക്കാർ പറ്റിക്കും. സോ ശരിക്കും കിട്ടിയ 5 ലക്ഷം കിട്ടുമായിരിക്കും. 5 ലക്ഷം can be called as paid up capital, actually received by the company in cash. കിട്ടാത്ത 1 ലക്ഷം ഉണ്ടല്ലോ, എന്താവോ അല്ലെ? 6 ലാഖിന് ഒരു 5 ലാഖ് കിട്ടി, ബാക്കി ആ 1 ലാഖ് ഉണ്ടല്ലോ, 1 ലാഖിനെ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വിളിക്കാറുണ്ട്, കിട്ടാത്ത കാശ്. അത് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാവും. ഓക്കെ. ദെൻ റിസർവ് ക്യാപിറ്റൽ ഉണ്ട്. എന്താ റിസർവ് ക്യാപിറ്റൽ? ലിമിറ്റഡ് കമ്പനി മെയ്ബാർ ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി എന്ത് ചെയ്യുന്നു, കോൾഡ് അപ്പ് ചെയ്യില്ല. ഓക്കെ. Except in the event of for the purpose of winding up of the company, and such uncalled portion of share capital is called as reserve capital. കുറച്ച് വെച്ചേക്കും, വൈൻഡിങ് അപ്പിന്റെ സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാനായിട്ട് പെൻഡിങ് വെച്ചേക്കും. ഒരു റിസർവ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു കണ്ടിജൻസി വരുമ്പോ ചെയ്യാം. ആ കണ്ടിജൻസി എന്ന് പറയുന്ന വൈൻഡിങ് അപ്പിന്റെ സമയമാണ്. ഓക്കെ. അങ്ങനെ മാറ്റി വെക്കുന്ന അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്ന് മാറ്റി വെക്കുന്ന സാധനമാണ് റിസർവ് ക്യാപിറ്റൽ.
യു ക്യാൻ ബി കോൾഡ്. അത് എപ്പോ വിളിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് പറയാനൊന്നും പറ്റില്ല. നമുക്കിവിടെ അൺകോൾഡ് ക്യാബിനിൽ 2 ലക്ഷമായിരുന്നു. ആ 2 ലക്ഷത്തിൽ ഞാനൊരു 1 ലക്ഷം മാറ്റി വെക്കാണ്, അല്ലെങ്കിൽ 1.5 ലക്ഷം റിസർവ് ആക്കി മാറ്റി വെക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് എന്താ പറയാ സങ്കടം തോന്നി ഞാൻ ചിലപ്പോൾ വിളിക്കാൻ സാധ്യത. റിസർവ് ക്യാപിറ്റൽ. ഷെയർ എന്താന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഷെയർ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നേരത്തെ പരാമർശിക്കുകയുണ്ടായി. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് which is issued by the company under the common seal of the particular company to its shareholders. എന്താണ് ഞാൻ പറഞ്ഞു, which is the evidence of their title to the shares specified therein, and it is called share. I, such and such person, holding such and such number of shares in X company. ഈ ഷെയർ സർട്ടിഫിക്കറ്റ് കയ്യിൽ സൂക്ഷിച്ചു വെക്കണം until you are selling back the shares. Until you are selling back the shares, this share certificate has to be kept safe. കാരണം എന്താ, ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ എവിഡൻസ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാശായിരുന്നെങ്കിൽ എടുത്ത് കാണിച്ചു കൊടുക്കായിരുന്നു. അക്കൗണ്ടിൽ നിന്ന് വലിച്ചെങ്കിലും കാശ് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ അയച്ച കാശാണ് അല്ലെങ്കിൽ തന്ന കാശാണ്, ഞാൻ അങ്ങോട്ട് തന്ന കാശാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഷെയറിന്റെ കാര്യത്തിൽ അതില്ല. ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ടാൻജിബിൾ സാധനമല്ല, ഇൻടാൻജിബിൾ ആണ്. സ്വാഭാവികമായിട്ടും അതിന് എവിഡൻസ്ഡ് ആയിട്ട് ഞാൻ എത്ര ഇഷ്യൂ ചെയ്തു, അവൻ എത്ര വാങ്ങി, എന്റെ എത്ര ഷെയർ എയുടെ കയ്യിലുണ്ടെന്ന് അറിയണമെങ്കിൽ എ ഹാസ് ടു ഹോൾഡ് എ ഷെയർ സർട്ടിഫിക്കറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം ഇൻ ദ നെയിം ഓഫ്. അതിൽ എന്റെ കമ്പനിയുടെ കോമൺ സീലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അതാണ് എന്തെന്ന് വിളിക്കുന്നത് ഷെയർ സർട്ടിഫിക്കറ്റ്. ബേസിക്കലി ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ക്യാപിറ്റൽ ഇത്രയും നേരം പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഷെയറിന്റെ ഡെഫിനേഷൻ പറഞ്ഞു, ഷെയർ ക്യാപിറ്റൽ, ടൈപ്സ് ഓഫ് ഷെയർസ് ഇഷ്യൂഡ് വിച്ച് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഡിസ്കസ് ചെയ്തു, ആൻഡ് ദ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ക്യാപിറ്റൽ. ലാസ്റ്റ് അതിൽ വരുന്നത് എന്താണ്, കോൾസ് ഇൻ അരിയേഴ്സ് ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞത് ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലെ. കോളപ്പ് ചെയ്തു പക്ഷെ തന്നില്ല. 6 ലക്ഷത്തില് 5 ലക്ഷം കിട്ടിയുള്ളൂ, 1 ലക്ഷം കിട്ടിയില്ല. 6 ലക്ഷം കോളപ്പ് ചെയ്തതല്ലേ നമ്മൾ അല്ലെ. ആലോചിച്ചോക്ക, 50 ലക്ഷം ഓത്തറൈസ്ഡ് ആയിരുന്നു. അതിൽ 10 ലക്ഷം മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്തുള്ളൂ. ആ 10 ലക്ഷത്തിൽ 8 ലക്ഷം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആളുണ്ടായിരുന്നുള്ളൂ. ആ 8 ലക്ഷത്തിൽ 6 ലക്ഷമാണ് ഞാൻ കോളപ്പ് ചെയ്തത്. ഔട്ട് ഓഫ് ദാറ്റ് 6 lakh 5 lakh ആൾക്കാർ മാത്രമേ എനിക്ക് കാശ് തന്നുള്ളൂ. അപ്പൊ ആ ബാക്കി വന്ന 1 ലക്ഷം എവിടെ പോയി? അലമാരിയിലുണ്ടല്ലോ അല്ലേ. ആ അലമാരി, ആ 1 lakh എന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. ഓക്കെ, സോ ഓൺ സച്ച് അരിയേഴ്സ് ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി വിൽ ബി ചാർജ്ഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. വെരി ഇമ്പോർട്ടന്റ്. ആ ഒരു പെർസെന്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5% കോൾസ് ഇൻ അരിയേഴ്സ്, 6% കോൾസ് ഇൻ അഡ്വാൻസിനുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, കോൾസ് ഇൻ അരിയേഴ്സിന് ചാർജ് ചെയ്യുന്നത് 5% ആണ്. കോൾസ് ഇൻ അഡ്വാൻസ് ചാർജ് ചെയ്യുന്നത് 6%. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ സമയത്താണ് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് കോൾസ് ഇൻ അഡ്വാൻസ്. നേരത്തെ തരും. കോൾസ് ഇൻ അരിയർ എന്ന് വെച്ചാൽ കിട്ടാണ്ടിരിക്കാതാണ്. കോൾസ് ഇൻ അഡ്വാൻസ് നേരത്തെ കിട്ടും. Excess application money after adjustment of allotment is transferred to a special account called as calls in advance account. And interest may be paid on calls in advance at 6%. അപ്പൊ calls in advance interest കമ്പനി അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. calls in arrears ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങോട്ട് തരേണ്ടതാണ്, കമ്പനിക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ calls in arrears ആയ 5% എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് തരേണ്ടതാണ്. From the rate of actual payment. Calls in advance നമുക്ക് ഓൾറെഡി നേരത്തെ കുറെ കാശ് കിട്ടി ഡ്യൂ ടു ഓവർ സബ്സ്ക്രിപ്ഷൻ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഷെയർ ഹോൾഡറിന് കാശ് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ്. ആ റേറ്റ് ആണ് 6%. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പല അക്കൗണ്ടിങ് പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. റീസെന്റ് ആയിട്ട് നടക്കാൻ പോകുന്ന അല്ലെ, നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന ജൂനിയർ അക്കൗണ്ടിങ് എക്സാമിന് തൊട്ട് മുൻപത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന ചോദ്യമാണ്. കോൾസ് ഇൻ അരിയേഴ്സിന്റെ എത്ര ശതമാനമാണ്, അതുപോലെ കോൾസ് ഇൻ അഡ്വാൻസ്
എത്ര ശതമാനമാണ്? വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. വെൻ യു സിറ്റ് ഇൻസൈഡ് യുവർ എക്സാമിനേഷൻ ഹാൾ. റിസർച്ച് ഓഫീസറിനൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ടൊന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട കൊമേഴ്സിന്. സ്റ്റേറ്റ്മെന്റ് വൈസിൽ ക്വസ്റ്റ്യൻ ചോദിച്ച അസർഷൻ റീസണിങ് വെച്ചൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ്